എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ എപ്പിസോഡ് 3 സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ GI പ്രോഡക്റ്റ് ആയിട്ടുള്ള ആറന്മുള കണ്ണാടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇന്നും തുടങ്ങുന്നത്. GI പ്രോഡക്ട്സ് അഥവാ ഭൗമസൂചിക പദവി നേടിയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെയും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. ഉദാഹരണത്തിന് മറയൂർ ശർക്കര, പൊക്കാളി റൈസ് അല്ലെങ്കിൽ ഞവര റൈസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഹാൻഡ്ലൂംസ് ഉണ്ടാവാം. കുത്താമ്പുള്ളി, ചേന്ദമംഗലം സാരി, അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇനിയും GI ടാഗ് നേടിയിട്ടില്ലാത്ത ഒരുപാട് പ്രോഡക്ട്സും നമ്മളുടെ കൈവശമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോസസ്സ്, അത് നേടാനുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എങ്ങനെയായാലും GI ടാഗ്സ് അഥവാ ഒരു പ്രദേശത്ത് വളരെ തനതായിട്ടുള്ള ചില പരമ്പരാഗത അറിവുകളുടെയോ മറ്റോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തദ്ദേശീയമായിട്ട് കാണപ്പെടുന്ന ചില പ്രോഡക്ട്സുകളാണ് ഈ GI ടാഗ് അല്ലെങ്കിൽ ഭൗമ സൂചിക പദവി നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൂറിസത്തിൽ എന്തുകൊണ്ട് ഈ GI ടൂറിസം എന്നുള്ള ഒരു പുതിയ കമ്പോണൻറ്റ് കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. GI ടൂറിസത്തിൽ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള ഇതുപോലെ അവിടെ മാത്രമുള്ള അല്ലെങ്കിൽ വളരെ സവിശേഷമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള GI പദവി നേടിയിട്ടുള്ള പ്രോഡക്ട്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് ടൂറിസത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഉദാഹരണത്തിന് നമ്മൾക്ക് കേരളത്തിൽ ഒരുപാട് ഹോട്ടൽസ്, ഹോം സ്റ്റേസ്, റിസോർട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു 3 സ്റ്റാർ മുകളിലേക്ക് പദവി നേടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള റിസോർട്ട്സുകളും ഈവൻ ഹോം സ്റ്റേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടീസിലൊക്കെയും നമുക്ക് എന്തുകൊണ്ട് GI പ്രോഡക്ട്സ്, കേരളത്തിലെ GI പ്രോഡക്ട്സിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സിബിഷനും അതിൻ്റെ ഒപ്പം തന്നെ അഥവാ ഒരു ഡിസ്പ്ലേസ്, ഒരു കോർണർ ആയാലും മതി അല്ലെങ്കിൽ ഒരു സെൻറ്റർ ആയാലും മതി, അതിൻ്റെ ഒപ്പം ഈ പറയുന്ന GI പ്രോഡക്ട്സിനെ കുറിച്ച്, കേരളത്തിലെ GI പ്രോഡക്ട്സിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്റർ പോലെ ക്രമീകരിച്ചുകൂടാ. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള വലിയ റിസോർട്ട്സുകൾക്ക് ഈ പറയുന്ന GI പ്രോഡക്ട്സിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിസ്സാരമായിട്ടുള്ള ഒരു എക്സ്പെൻസേ അതിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ഒരു ചെറിയ മ്യൂസിയം പോലെ ക്രമീകരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവയെ ഡിസ്പ്ലേ ചെയ്യാനും, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിൽ ഇപ്പോൾ പല പ്രോഡക്ട്സും വളരെ മനോഹരമായിട്ടുള്ള പ്രോഡക്ട്സാണ്. ആറന്മുള കണ്ണാടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള പ്രോഡക്ട്സുകളെ ഒരു ഔട്ട്ലെറ്റായിട്ട് കൂടി വേണമെങ്കിൽ ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ആക്ച്വൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടിയാവും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള GI പ്രോഡക്ട്സ് നിർമ്മാണശാലകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ തനതായിട്ടുള്ള ഒറിജിൻ എവിടെയാണോ അവിടേക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, അവിടെ പോയി സന്ദർശിക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൂറുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഹോം സ്റ്റേകൾക്കോ അല്ലെങ്കിൽ റിസോർട്ടുകൾക്കോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില പ്രോഡക്ട്സ് നമ്മൾ ഇനിയും GI ടാഗ് നേടാത്തതായിട്ടുണ്ട്. ഉദാഹരണത്തിന് കിള്ളിമംഗലം പുൽപ്പായ, അതുപോലെ തന്നെ ചില ഇൻഡിജീനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന കണ്ണാടിപ്പായ, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ചില പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് GI ടാഗ് ഉള്ളതല്ല, പക്ഷേ വളരെ തനതായിട്ടുള്ള സിഗ്നേച്ചറുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയ്ക്ക് GI ടാഗ് നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഫസ്റ്റ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന GI ടാഗ്സ് ഉള്ള പ്രോഡക്ട്സുകളെ അല്ലെങ്കിൽ തനതായിട്ടുള്ള ചില പ്രോഡക്ട്സുകളെ കണ്ടെത്തി അവ കേപ്പബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ഇത് ഒരുപക്ഷെ പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 3 സ്റ്റാർ തുടങ്ങി അതിന് മുകളിലേക്കുള്ള പ്രോപ്പർട്ടീസിലാണെങ്കിൽ അവർക്കിത് അഫോർഡ് ചെയ്യാനും ചെറിയ മ്യൂസിയം പോലെ ക്രമീകരിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ ഒരുപക്ഷെ ചെറിയ ഔട്ട്ലെറ്റ്സ് ആയിട്ട് അതിനെ സെല് ചെയ്യാനായിട്ടും അതുപോലെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ടും അതിൻ്റെ ഒറിജിനിൽ പോയി കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക പാക്കേജസോ അല്ലെങ്കിൽ അതിനുള്ള യാത്രാ നിർദ്ദേശങ്ങളോ കൊടുക്കാനുമൊക്കെ സാധിച്ചെന്ന് വരും. അപ്പോൾ ഈ GI പ്രോഡക്ട്സ്, കേരളത്തിൻ്റെ തനതായിട്ടുള്ള GI പ്രോഡക്ട്സ്, അതിപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയാലും ഹാൻഡ്ലൂംസ് ആയാലും അല്ലെങ്കിൽ മറ്റ് മെറ്റൽ പ്രോഡക്ട്സ് എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്ത്
വളരെ അഭിമാനത്തോടു കൂടി പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ മ്യൂസിയമായിട്ട് ക്രമീകരിക്കാൻ നമ്മളുടെ ഹോം സ്റ്റേസിനും അല്ലെങ്കിൽ റിസോർട്ടുകൾക്കുമൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഒരുപക്ഷെ GI ടൂറിസം എന്നുള്ള ഒരു പുതിയ ക്യാമ്പയിൻ നമ്മൾ കേരള ടൂറിസം കൊണ്ടുവരികയാണെങ്കിൽ ഈ വളരെ തനതായിട്ടുള്ള ഓരോ പ്രോഡക്ട്സിന് പുറകിലും വർക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം പേരാണ്. അപ്പോൾ അവരൊക്കെയും ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാനാവാതെ ഏറെക്കുറെ പിന്മാറുന്ന അവസ്ഥകളുമുണ്ട്. അപ്പോൾ കിള്ളിമംഗലം പുൽപ്പായയുടെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വളരെ ചെറിയൊരു സംഘം മാത്രമാണ് അതിലേക്ക് വർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറുമില്ല. അപ്പോൾ വലിയ സ്ട്രഗിൾ ചെയ്തിട്ട് നിലനിൽക്കുന്ന അതുപോലെയുള്ള ഗ്രൂപ്പുകളെയും സംഘടനകളെയും അതുപോലെ വ്യക്തികളെയും ട്രഡീഷണലായിട്ട് ഈ ക്രാഫ്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഒക്കെ പല രീതിയിൽ സഹായിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവിന് സാധിച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ GI ടൂറിസം എന്നതാണ് ഇന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അതിൻ്റെ പല ആസ്പെക്ട്സ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.